യുകെയിലെയും അയർലൻഡിലെയും മലയാളികളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത ഒരു അസുഖമാണ് മലയാളി മാനിയ. ഫേസ്ബുക്കിലും വാട്സപ്പിലും കുറേ ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ വരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും: ഒരു മലയാളി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറെ കിട്ടുമോ ഡ്രൈവിംഗ് പഠിക്കാൻ? അല്ലെങ്കിൽ കെയർ ഹോം വിസ കൊടുക്കുന്ന ഏതെങ്കിലും മലയാളിയെ അറിയാമോ? നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ ഉണ്ടെങ്കിൽ? ഏതെങ്കിലും മലയാളി നടത്തുന്ന കടകളിൽ വല്ല വാക്കൻസി ഉണ്ടോ? ഇനി നാളെ വരുന്ന കുറെ ഫോർവേഡ് മെസ്സേജസ് ഇങ്ങനെയായിരിക്കും: കെയർ ഹോം വിസ കൊടുക്കാന്ന് പറഞ്ഞ പൈസ വാങ്ങിച്ച മലയാളി പറ്റിച്ചു. മലയാളി കടയിൽ നിൽക്കുന്ന പയ്യന് സാലറി കിട്ടുന്നില്ല. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞ ഇൻസ്ട്രക്ടർ പൈസ വാങ്ങിച്ച ശേഷം വിളിച്ച ഫോണും എടുക്കുന്നില്ല, ഇപ്പൊ ക്ലാസ്സും നടക്കുന്നില്ല. ഇനി മറ്റന്നാൾ വരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും: ഏതെങ്കിലും കെയർ ഹോം വിസ കൊടുക്കുന്ന മലയാളിയെ അറിയാമോ? മലയാളിക്കടയിൽ എന്തെങ്കിലും വാക്കൻസി ഉണ്ടോ? ഏതെങ്കിലും ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഉണ്ടോ മലയാളിയായിട്ട് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇതിങ്ങനെ ലൂപ്പ് പോലെ പോയിക്കൊണ്ടിരിക്കും. നാട്ടിൽ മണി ചെയിൻ തട്ടിപ്പ്, വെള്ളിമൂങ്ങ തട്ടിപ്പ്, ഇരുതലമൂരി തട്ടിപ്പ്, ഇതെല്ലാം കൊണ്ട് തലവെക്കും. തട്ടിപ്പാണെന്ന് അറിഞ്ഞ ശേഷം വീണ്ടും കൊണ്ട് തലവെക്കും. ഇതിന്റെ എല്ലാം ഒരു ഭയാനക വേർഷൻ കണ്ടത് ഗർഭിണിയായ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് അയച്ച മെസ്സേജാണ്: മലയാളിയായ ഒരു മിഡ് വൈഫിന് കിട്ടുമോ?